നമ്മൾ കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വേർഡ് ഫിലാന്ത്രോഫിസ്റ്റ്. നമ്മൾ പറയല്ലേ മനുഷ്യ സ്നേഹി, എ പേഴ്സൺ ഹു ലവ്സ് ഓൾ മാൻകൈൻഡ്. അടുത്തത് എപ്പിറ്റാം. ഈ കല്ലറയുടെയൊക്കെ മുകളിൽ നമ്മൾ ഇൻ ദ മെമ്മറി ഓഫ് അങ്ങനെ പറഞ്ഞ് എഴുതുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എപ്പിറ്റാം. ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടോം സ്റ്റോൺ ഇൻ ദ മെമ്മറി ഓഫ് ദ പേഴ്സൺ ഹു ഡൈഡ്. അടുത്തത് ഒബ്സല്യൂട്ട്, സംതിങ് നോ ലോങ്ങർ ഇൻ യൂസ്. നമ്മൾ പറയുവാണ് ഇപ്പോൾ അതിൻ്റെ കാലം കഴിഞ്ഞു പോയി, അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്സല്യൂട്ട്, അതായത് ഫാഷനബിളിൻ്റെ ഓപ്പോസിറ്റ്. ഹാൻഡ് റൈറ്റിംഗ് വിച്ച് ഈസ് ഡിഫിക്കൾട്ട് ഓർ ഇമ്പോസിബിൾ ടു റീഡ്. നമുക്ക് വായിക്കാൻ ഇല്ല റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇല്ലെജിബിൾ. സംതിങ് ദാറ്റ് കനോട്ട് ബി അവോയ്ഡഡ്, നമുക്ക് തടയാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത, അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഎവിറ്റബിൾ. അടുത്തത് എ പ്ലേസ് ഫോർ കീപ്പിംഗ് ദ ബേർഡ്സ് ഇൻ എ കൺഫൈൻഡ് സ്പേസ്. ഒരു പക്ഷിയുടെ കൂടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എവിയറി. ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ്, ബിലോങ്ങിങ് ടു ദ സെയിം ടൈം. കണ്ടംപററി, അതായത് ഒരേ കാലഘട്ടത്തിലുള്ള രണ്ടാൾക്കാരെ പറയാൻ വേണ്ടി നമ്മൾ പറയും കണ്ടംപററി ആണ് ഇവരെന്ന്. അടുത്തത് എ പേഴ്സൺ ഹു ക്യാൻ എൻഡ്യൂർ പെയിൻ ഓർ ഹാർഡ്ഷിപ്പ് വിത്തൗട്ട് ഷോയിങ് ഹിസ് ഫീലിങ്സ്. അത് നമ്മൾ പറയില്ലേ അയാളുടെ മുഖത്തിന് പോലും ഒരു മാറ്റമില്ല ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും, അങ്ങനെയുള്ള ഒരാളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് സ്റ്റോയിക്. അടുത്തത് വൺ ഹു ഡസൻ ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, എത്തിസ്റ്റ്, അതായത് ദൈവവിശ്വാസം ഇല്ലാത്ത ആൾ, നിരീശ്വരവാദി. എ പേഴ്സൺ ഹു ഡ്രോസ് ഓർ മേക്സ് മാപ്പ്, അതായത് മാപ്പ് വരയ്ക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ. ഒരു അടച്ച മുറിയിൽ ഇരിക്കാൻ പേടിയുള്ള, എക്സ്ട്രീം ഫിയർ ഉള്ള അങ്ങനത്തെ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ട്രോപ്പിയ. എല്ലാത്തിനെ പറ്റിയും അറിവുണ്ട്, അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ഒംനിസിയൻറ്റ്, അതായത് വൺ ഹു നോസ് എവറിത്തിങ്. എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരം, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പനീസിയ. ഒരാൾക്ക് തന്നെ ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഗ്ലോട്ട്. ഇതേ സമയത്ത് 2 ലാംഗ്വേജ് അറിയാവുന്നവരെ നമ്മൾ ബയോഗ്ലോട്ട് എന്ന്